ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലം 3-ാമത്തെ ആഴ്ചയിൽ ഡിസംബർ 20 നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. അതായത് മംഗളവാർത്ത സംഭവമാണ് നമ്മളവിടെ വായിക്കുന്നത്. ഗബ്രിയേൽ ദൈവദൂതൻ ദൈവത്താൽ മറിയത്തിൻ്റെ അരികിലേക്ക് അയക്കപ്പെടുന്നു. ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിൻ്റെ അരികിൽ ചെന്നിട്ട് നടത്തുന്ന അഭിസംബോധന നമ്മൾ പല ആവർത്തി ചിന്തിച്ചിട്ടും ധ്യാനിച്ചിട്ടൊക്കെയുള്ള വിഷയമാണ്. ഖൈറേ എന്ന് പറയപ്പെടുന്ന വാക്യം. കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നാണ് ആ വാക്യം. വിശുദ്ധ ജെറോമിൻ്റെ തർജ്ജമയിൽ വുൾഗാത്ത വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന തർജ്ജമയിൽ നമ്മൾ പറയുന്നത് നന്മ നിറഞ്ഞവളെ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. ഇതിന് രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളൊന്നും നമ്മളങ്ങനെ അതിൻ്റെ റിയൽ മീനിങ് അല്ലെങ്കിൽ റൂട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഖൈറയുടെ കൃപ നിറഞ്ഞവളെ സന്തോഷിക്കുക അല്ലെങ്കിൽ ആനന്ദിക്കുക എന്ന് പറയുന്ന അതേ വാക്യത്തിലേക്ക് നമ്മൾ പോകണമെന്നില്ല. അതിന് തത്തുല്യമായ ഒരു വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ടെന്ന് പറയപ്പെടുന്ന പോലെ തത്തുല്യമായ അർത്ഥമാണ് നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയപ്പെടുന്ന വാക്യം. എന്താണെങ്കിലും മംഗളവാർത്ത എന്ന് പറയപ്പെടുന്ന നീണ്ട സംഭവത്തിലെ ഈ ഒരൊറ്റ ഭാഗം മാത്രം നമുക്ക് ചിന്തിക്കാം. ഞാൻ ഈ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു മരിയൻ ഫിലോസഫി എന്നാണ്. ഒരു മരിയൻ തത്വശാസ്ത്രം, ഒരു മരിയൻ ഫിലോസഫി. അത് ക്രിസ്മസിൻ്റെ പശ്ചാത്തലം ക്രിസ്മസ് മരിയൻ ഫിലോസഫി എന്ന് നമുക്ക് ഈ വാക്യത്തെ വിളിക്കാം. കാരണം ഈ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: കൃപ നിറഞ്ഞവളെ സന്തോഷിക്കുക, കർത്താവ് നിന്നോടുകൂടെ, നിന്നിൽ നിന്നും ക്രിസ്തു പുറപ്പെടും, കാരണം പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയും. ഇതാണ് ഈ മംഗളവാർത്ത എന്ന് പറയപ്പെടുന്നത്. കൃപ നിറയുന്നവൾ, കൃപ നിറഞ്ഞു നിൽക്കുന്നവളെ നിന്നിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും, നിന്നിൽ നിന്നും ക്രിസ്തു പുറത്തേക്ക് വരും. ഇതാണ് മരിയൻ ഫിലോസഫി, മരിയൻ തത്വശാസ്ത്രം. അത് ഏതൊരു വ്യക്തിയിലും ആപ്ലിക്കബിൾ ആണ് ഈ തത്വം. കാരണം മറിയത്തിനത് ഫിസിക്കലി സംഭവിച്ചു, ശാരീരികമായി സംഭവിച്ചുവെങ്കിൽ മറ്റെല്ലാ മനുഷ്യരിലും അത് സ്പിരിച്വലി സംഭവിക്കേണ്ട വസ്തുതയാണ്. സൈക്കോളജിക്കലി എന്ന് പറയുന്നില്ല, പക്ഷേ സ്പിരിച്വലി സംഭവിക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് നമ്മളിൽ ഓരോരുത്തരിലും, അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയെ കൃപ നിറഞ്ഞവളെന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും ഏത് അളവിൽ കൃപ നിറഞ്ഞിരിക്കുന്നുവോ അഥവാ നന്മ നിറഞ്ഞിരിക്കുന്നുവോ, നന്മ ഏതളവിൽ നിറഞ്ഞിരിക്കുന്നുവോ ആ അളവിൽ കൃപയും നിറഞ്ഞിരിക്കും. അത് രണ്ട് വീക്കിലാണ്. കൃപയും നന്മയും ഏതളവിൽ നിറഞ്ഞിരിക്കുന്നു ആ അളവിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരികയും അതേ അളവിന് ആനുപാതികമായ രീതിയിൽ ക്രിസ്തു നമ്മളിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യും. ക്രിസ്തുവിനെ മറിയം പ്രസവിച്ചതുപോലെ. ഇതാണ് ഈ തത്വശാസ്ത്രം. പരിശുദ്ധ അമ്മ ഒരു പാത്രത്തിൽ കൃപ നിറച്ച് വെക്കുമ്പം അതിൻ്റെ വക്കോളം നിറഞ്ഞു കവിയുമാറ് കൃപ അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളായി നിലകൊള്ളുന്നത് പോലെ നമുക്ക് നന്മ നിറഞ്ഞവരാകാനായിട്ട് വളരെ പ്രയാസമാണ്. പരിശുദ്ധ അമ്മയോളം നന്മ നിറഞ്ഞവരാകാൻ നമുക്കാർക്കും സാധിക്കുകയില്ല, കൃപ നിറഞ്ഞവരാകാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്കാർക്കും ഒരിക്കലും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഫിസിക്കലി ശാരീരികമായിട്ട് ഈശോയെ പുറപ്പെടുവിക്കാനായി ഈശോയെ നൽകാനായിട്ട് സാധിക്കുകയില്ല. സ്പിരിച്വലി നമുക്ക് സാധിക്കും. കാരണം പരിശുദ്ധ അമ്മയിൽ നന്മ നിറഞ്ഞ് കൃപ നിറഞ്ഞ് നിൽക്കുന്ന ആ അളവ് പോലെ വേറൊരളവിൽ നമ്മളിലൊക്കെ നന്മ ഉണ്ട്. എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്, അതിനൊത്ത് കൃപയുമുണ്ട്. ആ രീതിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. അപ്പോൾ നമ്മളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഇടപെടലിലൂടെയും ക്രിസ്തു പുനർജനിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തു വീണ്ടും വരിക. നമ്മൾ സംസാരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ചൈതന്യം സംസാരിക്കുന്നു. നമ്മൾ ഇടപെടുമ്പോൾ ക്രിസ്തുവിൻ്റെ രീതിയിൽ ഇടപെടുന്നു. നമ്മുടെ സ്വഭാവം ക്രിസ്തുവിൻ്റേതുപോലെയായി മാറും. അങ്ങനെ ക്രിസ്തു നമ്മളിൽ നിന്ന് വീണ്ടും ജനിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതളവിലെന്നുള്ളതാണ്. വളരെ ചെറിയ അളവിലേ നമ്മളിൽ നന്മയുള്ളൂ എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു നന്മ പ്രവർത്തിക്കുക ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നന്മയുള്ളൂ. നന്മയെന്ന് പറയുമ്പോൾ അതിനെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. നമ്മളോട് തന്നെ പുലർത്തുന്ന നന്മയാണ് വിശുദ്ധി. നമ്മൾ മറ്റുള്ളവരോട് പുലർത്തുന്ന നന്മയാണ് കാരുണ്യം. നമ്മൾ ദൈവത്തോട് പുലർത്തുന്ന നന്മയാണ് ഭക്തി. ഈ തരത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മറ്റ് സഹജീവികളോട് പരിസ്ഥിതിയോട് പുലർത്തുന്ന നന്മയുടെ പേരാണ് പരിഗണന, കെയറിങ് എന്ന് പറയപ്പെടുന്നത്.
ഈ അളവിലൊക്കെ നമുക്ക്, ഈ രീതിയിലൊക്കെ നമുക്ക് നന്മയെ വായിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മളിൽ ഈ നന്മ ഏതളവിൽ, ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് 1/4 ഭാഗം വെള്ളമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അളവിൽ നന്മയുണ്ട് എങ്കിൽ അതേ അളവിൽ കൃപ ഒഴിച്ചു വയ്ക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവ് തെളിഞ്ഞു വരുന്നു. പുറത്തേക്കൊഴിക്കുമ്പോൾ അത് ക്രിസ്തുവായി മാറുന്നു. നമ്മളെന്ന ഗ്ലാസ്സിനുള്ളിൽ അര ഗ്ലാസ് നന്മയാണുള്ളതെങ്കിൽ ആ അളവിൽ കൃപയും പരിശുദ്ധാത്മാവും ക്രിസ്തുവും നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഒരു ഫുൾ ഗ്ലാസ് നന്മ, നമ്മളിങ്ങനെ നന്മ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന നന്മ നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ അതർത്ഥം വക്കോളം നന്മ നിറഞ്ഞു നിൽക്കുന്ന മറിയത്തിലേക്ക് പിന്നെ ഒരു നുള്ളു തിന്മയ്ക്കിടമില്ലാത്തണ്ണോളം നന്മ നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധമ്മയിൽ. അപ്പോൾ അങ്ങനെ ഒരു നുള്ളു തിന്മയ്ക്ക് ഇടമില്ലാത്ത രീതിയിൽ നന്മ വക്കോളം നിറഞ്ഞു നിൽക്കുന്ന മറിയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ക്രിസ്തു രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. 6 കൽഭരണികളിൽ വക്കോളം വെള്ളം നിറച്ചു വെച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അതിലേക്ക് ഇറങ്ങി വെള്ളം വീഞ്ഞായി മാറി എന്ന് പറയുന്നത് പോലെ ഇപ്പം നമുക്ക് ചിന്തിച്ച് നോക്കാം. ഈ ക്രിസ്മസ് കാലയളവിൽ, ക്രിസ്മസ് ഒരുക്ക ദിവസങ്ങളിൽ നമ്മളിൽ ഏത് അളവിൽ നന്മയുണ്ട് ആ അളവിൽ കൃപയും കിട്ടും. അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. അതിനാനുപാതികമായ രീതിയിൽ നമ്മളിൽ നിന്നും ക്രിസ്തു പുറത്തേക്ക് വരികയും നമ്മുടെ വാക്കുകളുടെയും പ്രവൃത്തിയുടെയും പുറത്തേക്ക് വരികയും ചെയ്യും. പരമാവധി നമ്മുടെ വാക്കും പ്രവൃത്തിയും ഇടപെടലും സ്വഭാവവും ചൈതന്യവും സമീപനവും എല്ലാം ക്രിസ്തു ചൈതന്യത്തോടു കൂടി ക്രിസ്തുവിൻ്റെ പ്രകാശം വീശുന്നതായി മാറുന്നതിന് നമ്മളിൽ ആ അളവിൽ നന്മ നിറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്, നമ്മളിലെ നന്മ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് നമ്മളിലേക്ക് അതേ അളവിൽ കൃപ ചേർത്ത് വെച്ച് തരും എന്നുള്ളത്. ഇത് ചേരുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് നമ്മുടെ വാക്കുകളുടെയും പ്രവൃത്തിയിലൂടെയൊക്കെ ക്രിസ്തു ചൈതന്യം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ ക്രിസ്മസ് മരിയൻ ഫിലോസഫി നമുക്ക് സ്വീകരിക്കാം. നന്മ നിറഞ്ഞവരായി മാറാം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ക്രിസ്തു നമ്മളിൽ നിന്നും പുറത്തേക്ക് വരട്ടെ.